എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലായിടവും മഴയാണല്ലേ, മഴയാണ്. അതുമാത്രമല്ല കുറേ ഇടത്തെല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മഴ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പം ഇന്ന് നമുക്ക് പറമ്പിലോ പുറത്തോട്ടോ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, മഴയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചാവട്ടെ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടല്ലേ, സത്യമല്ലേ? അപ്പം എല്ലാവരും വിചാരിക്കും, കുറേ പേരൊക്കെ വിചാരിക്കാറുണ്ട്, ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ദൈവം എനിക്ക് ഒന്നും തരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, സത്യമല്ലേ? നിങ്ങളാരും അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഇച്ചിരി കുറവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആ ഭാഗത്ത് ദൈവം നിങ്ങൾക്ക് കൂടുതൽ തരും. അപ്പൊ സത്യം പറഞ്ഞാൽ, ഒരു കണ്ണ് കാണാത്ത ഒരു ആളിനെ കുറിച്ച് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊന്ന് ഇവിടെ ഈ ഭൂമിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമായിരിക്കും അയാൾക്കുള്ളത്. അതേപോലെ തന്നെയാണ് ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരാൾക്ക്. എനിക്കാണെങ്കിൽ ഒരു വലിയൊരു ആക്സിഡന്റ് ഒരു 2-3-4 വർഷത്തിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തെ എല്ലെല്ലാം പൊട്ടി വല്ലാതെ ഇങ്ങനെ കിടന്ന് ആ പാദം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റായി വരാനായിട്ട് ഏകദേശം ഒരു വർഷത്തോളം എടുത്തു. അപ്പോൾ അതിൻ്റെ പുറകിലൊരു 3-4 ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്ന് എണീറ്റ് നടക്കാൻ, സ്വന്തമായിട്ടൊന്ന് ബാത്റൂമിൽ പോവാൻ, അത് കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാനൊക്കെ ഞാൻ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ, എല്ലാവരും സഹായത്തിനുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എത്രയൊക്കെ ഇതുണ്ടെങ്കിലും നമ്മളെ അത് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങളിലൂടെ അനുഭവിച്ചു പോയവർക്ക് അത് കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എത്രത്തോളം ദൈവം തന്നിട്ടുണ്ടോ, അപ്പൊ ആ ഉള്ളതിനെ നമ്മൾ കൂടുതൽ ആസ്വദിക്കുക. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉള്ള കാര്യങ്ങൾ, നമുക്ക് എന്താണോ ഉള്ളത് അതിനെ നിങ്ങൾ ആസ്വദിക്കുക, അല്ലെങ്കിൽ അതിനോട് ദൈവത്തിനോട് നന്ദി പറയുക, അല്ലെ? അപ്പൊ നമുക്ക് കൂടുതൽ ഉള്ളപ്പം ആ ഇല്ലാത്തതിലോട്ടൊന്ന് നിങ്ങൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം വലിയ ഭാഗ്യം ചെയ്തവരാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പൊ തന്നെ കുചേലന്റെ കാര്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര നാള് കഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചു. അവസാനം ഭഗവാൻ കുചേലനെ അനുഗ്രഹിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും പരീക്ഷിച്ച് അവസാനമാണ് കുചേലനെ വലിയൊരു കൊട്ടാരവും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്ത് വലിയൊരാളാക്കിയത്. അപ്പോൾ നമുക്ക് ഏത് കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ചെടി തന്നെ നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലം എടുക്കണമെങ്കിൽ, ഒരു പൂവ് എടുക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം പരിപാലിച്ചാലാണ് അത് പറ്റുന്നത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ അത് നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വന്നെത്തും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോഴും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ആ ചെടിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ, വെള്ളം ഒഴിക്കണം, വളമിടണം, അതിനകത്ത് പുഴുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം എടുത്ത് മാറ്റണം. എന്നാലേ അത് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലേ? അപ്പൊ അതുപോലെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും നിർത്താതിരിക്കുക. കുറേ കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ നമുക്ക് ചില ദിവസങ്ങളിലൊന്നും, ഇപ്പൊ വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് ചൊല്ലുന്നവരാണെങ്കിൽ പോലും അവർക്ക് ചില ദിവസങ്ങളിൽ ഇന്ന് ചൊല്ലണ്ട, നാളെ ചൊല്ലാം. പക്ഷെ ഭഗവാൻ അത് ചോദിക്കില്ല, നിങ്ങൾ എന്തുകൊണ്ട് ചൊല്ലിയില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സിന് അതൊരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കും, അയ്യോ ഞാൻ ഇന്ന് ചൊല്ലിയില്ലല്ലോ. പക്ഷെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് മാക്സിമം നാമങ്ങൾ ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, പ്രാർത്ഥന മുടക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ നമ്മളെ കല്യാണം കഴിക്കുന്ന ആളുകളെ, അതായത് പുരുഷന്മാരെ കുറിച്ചുള്ള കുറച്ച് കാര്യമാണ് പറയുന്നത്. അപ്പം എല്ലാ സ്ത്രീകളും വിചാരിക്കുന്നത് നമ്മളെ കൂടെ ഉള്ള ആ കല്യാണം കഴിച്ച് വരുന്ന ആള് നമ്മളെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യണം, അതേപോലെ തന്നെ സഹായിക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ വളർച്ച അവൾ എത്രത്തോളം വളരുന്നോ അതിന്റെ പിന്നിൽ എപ്പോഴായാലും സ്നേഹസമ്പന്നനായിട്ടുള്ള വിശാല ഹൃദയനായിട്ടുള്ള ഒരു പുരുഷനുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു താങ്ങും തണലും എല്ലാമായിട്ട് ആ ഒരു ആളുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ ഉയർച്ച വലിയൊരു മരം പോലെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നതായിരിക്കും. കഴിവുകളുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരു പങ്കാളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ തന്നെ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വന്നിട്ട്
നന്ദേട്ടൻ്റെയും കുട്ടികളുടെയും നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഒരു യൂട്യൂബിലേക്കൊക്കെ വരാനും ഇങ്ങനെ ഒരു റീൽസൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നത്. കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, സ്കൂളിലൊക്കെ പാട്ടും ഡാൻസും ഒക്കെ കളിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പാട്ട് പഠിച്ചിട്ടില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ യൂട്യൂബിലൂടെ എനിക്കുള്ള കുഞ്ഞു കുഞ്ഞു കഴിവുകളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഈശ്വര അനുഗ്രഹവും കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇനി പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് കഴിയാവുന്നിടത്തോളം നമുക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലേ. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തായാലും അല്ലെങ്കിൽ മുതിർന്നിട്ടായാൽ പോലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അവരെ കൊണ്ടുവന്ന് നമ്മൾ അച്ഛനും അമ്മയും എന്നുള്ള ഒരു രീതിയിൽ മാക്സിമം അവരെ കൊണ്ട് ചെയ്യുന്ന എല്ലാ സഹായങ്ങളായാലും എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും. പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം 3-4 ഒക്കെ മക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് നാൾ ഒരു അവരെ കൂടെ നിന്നിട്ട്, അതായത് ഒരു മകന്റെ കൂടെ നിൽക്കുന്നെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഉടനെ ചോദിക്കും, നിങ്ങൾക്ക് വേറെ മക്കളില്ലേ, അവരെ കൂടെ പോയി നിന്നൂടെ, അങ്ങനെ ചോദിക്കുന്ന മക്കളുമുണ്ട്. പക്ഷേ ഇത്രയും വർഷം ആ ഒരു കുഞ്ഞിനെ ആ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കി ആ ഒരു നിലയിൽ എത്തിയ കാര്യമല്ല അപ്പോൾ ആ കുട്ടി മറന്നു പോകുന്നു എന്നുള്ളതാണല്ലേ. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മളെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പം ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും കഴിയുന്നിടത്തോളം സ്നേഹിക്കുക എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു ഇപ്പം പറയുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇങ്ങനെയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. ഇതേപോലെ ഒരു അച്ഛൻ തന്നെ ഇതേപോലെ 2 മക്കളൊക്കെ ജോലിക്കും നല്ല നിലയിലുമൊക്കെയാണ്, എന്നിട്ട് പോലും ഒറ്റയ്ക്ക് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലേ. പിന്നെ എത്രയോ അമ്മമാർ ഒറ്റയ്ക്ക് ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടി ആഹാരം പോലും വയ്ക്കാൻ പറ്റാതെ പുഴു അരിച്ച നിലയിൽ വരെ ജീവൻ പോവാതെ കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അനാഥാലയത്തിൽ കൊണ്ടു ചെന്നാക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ അനാഥാലയത്തിലൊക്കെ പോയി നമ്മൾ ചെന്ന് അവരെയൊക്കെ ആ അച്ഛനമ്മമാരെയൊക്കെ കാണുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു വിഷമമെന്ന് പറഞ്ഞാൽ അതൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ. പ്രായമാകുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ അവർ കുട്ടികളുടെ സ്വഭാവമാവും. അപ്പം നമുക്ക് അത് കൂടുതലും എന്താണ് അത് ക്ഷമിക്കാനൊക്കെ പാടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അച്ഛനും അമ്മയൊക്കെയാണ് പറഞ്ഞ് മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇങ്ങനെ പറയാനായിട്ട് വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലായിടവും ഭയങ്കര മഴയാണ്, ഒരുപാട് പേര് ദുരിതങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് ഭഗവാൻ മഴയെല്ലാം മാറ്റി വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി നല്ല ഒരു അന്തരീക്ഷമൊക്കെ തന്ന് എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് 2 വരി കവിത, ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് 2 വരി കവിതയും കൂടെ പാടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പറയുവാനാവാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാവാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്കിവിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളിക്കൂട്ടുകാരി, കഴിയുമോരാ കിളിക്കൂട്ടുകാരി. ഇനി എൻ കരൾ കൂട്ടിൽ നിലവിൻ്റെ കുയിൽ മൊട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാരി, ഇനി എൻ്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മോളുമോ കൂട്ടുകാരി, മണിവീണ മോളുമോ കൂട്ടുകാരി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും പറയുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ടാറ്റാ.